2024 പെരുന്നാൾ പെരുന്നാൾ നാം തീരുമാനിച്ച് നിശ്ചയിച്ചുള്ള ഫലപ്രദക്ഷിണം സംഭവ സാങ്കേതിക വകുപ്പിന്റെ ആയിട്ടുള്ള വിചാരിയായിരുന്ന റവറൻ KC മത്തായിച്ചന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ദേശത്തെ കടകൾ കൂടുതലാക്കുന്ന സഭയ്ക്കും സമൂഹത്തിനും ചെയ്തിട്ടുള്ള നന്മകൾ
അടയാളമാണ് ഒരു തലമുറ ഒരു പ്രാവശ്യമൂടി അർപ്പിച്ചിട്ട് ഘോഷിക്കുന്നത്. ഇപ്പോൾ ഈ അനുഗ്രഹീതമായ നിമിഷം സന്ദേശം നൽകുന്നതിനായി നമ്മുടെ ഗസ്റ്റായിരിക്കുന്ന ബഹുമാനമുള്ള ഡോക്ടർ പീറ്റർ സാമുവലിനെ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ സെന്റ് പോൾസ് സീമസ് സഭയുടെ തിരുനാളിന്റെ 2ാം ദിവസം നീരാർച്ചന തിരുനാളിന്റെ പ്രഭാതത്തിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രദക്ഷിണം എന്നോണം ഈ ഭാഗത്തേക്ക് എത്തുവാനിടയായിത്തീർന്നു. ദൈവവചനത്തിലൊരു വാക്യമുണ്ടല്ലോ, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളി. KC മത്തായിച്ചനെ കുറിച്ച് ഇവിടെ പറയുവാനിടയായി. നമ്മുടെ സഭയുടെ പ്രഥമ വികാരിമാരിൽ ഒരാളാണ്, വികാരിയാണ്. ഈ പ്രദേശത്തെ കർത്താവിന് വേണ്ടി അധികം സാക്ഷ്യം വഹിക്കുവാനും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനും ഒക്കെ കർത്താവ് വിലയേറിയ ഭക്തനെ കർത്താവ് ഉപയോഗിച്ച് സ്തോത്രം. അവിടെ നല്ല പാതകളെ പിൻഗമിക്കുവാനായി ഈ തലമുറയെ കർത്താവ് നിലനിർത്തുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. സാഹചര്യങ്ങൾ ആത്മീയ നിലവാരത്തിന് നിരക്കാത്തതായി തീരുമ്പോൾ, ഈ ലോകത്തിന്റെ പോക്കെ നമ്മുടെ സഭയുടെ തലമുറയ്ക്ക് വിരോധമായി തീരുമ്പോൾ, അതിന്റെയൊക്കെ നടുവിൽ പതറിപ്പോകാതെ, ക്ഷണിച്ചു പോകാതെ, തളർന്നു പോകാതെ യേശുവിനെ നോക്കി ജീവിക്കുന്ന ഒരു തലമുറയെ കർത്താവ് നമുക്ക് നൽകിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രദേശത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ 4 ദിശയിലും വ്യാപിച്ചെടുക്കുന്ന നമ്മുടെ സഭയുടെ കുടുംബങ്ങൾ എല്ലാവരും ദൈവകൃപയാൽ ദൈവശക്തി പ്രാപിച്ച്, ദൈവ അനുഗ്രഹം പ്രാപിച്ച് ദൈവകൃപയെ നിലനിൽക്കുവാൻ സർവശക്തനായ കർത്താവ് നമ്മേവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ എന്നെ കർത്താവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ പ്രദേശത്തെ ഇനിയും ആ കർത്താവിന്റെ ഓരോരെയും നമുക്ക് ലഭിക്കാത്ത സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നെ ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ ചെറിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. Hallelujah.
യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചു നിർത്തുകയും സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ട് ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഭൂമി അതിന്റെ പൂർണ്ണയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സ്വർഗസ്ഥപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റാ നന്മയും കരുണയും കൊണ്ട് നമുക്ക് പാവനായിട്ട് നമ്മുടെ പലവിധമാവുകളെയും ദുഷ്ടതയെ നാം അവയ്ക്കിൽ നിന്ന് മറിക്കാതെ താഴ്മയോ വിനയോ അനുതാപവും അനുസൃതയോടെ ഏറ്റുപറയണമെന്ന തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിൽ നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. നാം എല്ലായ്പ്പോഴും ദൈവത്തിന് മുൻപാകെ നമ്മുടെ പാപങ്ങളെ വിനയത്തോടെ ഇറങ്ങിക്കേണ്ടതാകുന്നു. എങ്കിലും അവന്റെ കൈകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഉപകാരങ്ങളെ കുറിച്ചാണ് സ്തോത്രം ചെയ്യുവാനും അവന്റെ ഏറ്റവും യോഗ്യമായ മഹത്വം പ്രസിദ്ധമാക്കുവാനും അവന്റെ മഹാവിശുദ്ധ വചനം കേൾപ്പാനും ശരീരത്തിനും ആത്മാവിനും ആവശ്യമുള്ള വസ്തുക്കളെ ചോദിപ്പാനും നാം യോഗം കൂടുമ്പോൾ പ്രത്യേകം അങ്ങനെ ചെയ്യേണ്ടതാകുന്നു. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണുന്നവകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റി ചിന്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളേറ്റനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. എന്നാൽ കർത്താവേ, ഇഷ്ടന്മാരായി കുറ്റക്കാരാവുന്ന ഞങ്ങളോട് ദൈവമേ, പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിക്കുവായിട്ട് പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടെടുക്കണമേ. നമ്മുടെ കർത്താവായ അനുദരിക്കുന്ന ജനങ്ങളോട് അവരുടെ പാപങ്ങളുടെ മോചനം കൊടുപ്പാൻ അവൻ തന്റെ ശിശുമാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു. വ്യാധി കൂടാതെ വിശ്വസിക്കുന്ന എല്ലാവരോടും അവൻ ക്ഷമിച്ച പ്രാർത്ഥന ചെയ്യുന്നു. അതുകൊണ്ട് നാം ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളും നിഷ്ഠമായിരിക്കാനും മേലാൽ നമ്മുടെ വിശ്വാസത്തിൽ പരമാംശിദ്ധമായിരിക്കാനും നാം കൊടുക്കുവാന്റെ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അവൻ നമുക്ക് സത്യമാനസാന്തരത്തെയും തന്റെ പരിശുദ്ധാത്മയിലും തരണമെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അവനോട് യാചിക്കാം. മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവു തന്നെ. സമുദ്രം അവനുള്ളത് അവനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ ആകാശങ്ങളെ കർത്താവിനെ
കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശവിധാനത്തിനു മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ. കർത്താവിന്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. ഹൃദയശുദ്ധിയും വിനയവുമുള്ള മനുഷ്യനെ കർത്താവിനെ വാഴ്ത്തുവീൻ. അനന്യാവസ്തുതിയാവും ഈശായനുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ആദിഫലക്കന്യയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീരാജനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിലേക്ക് ജീവനുള്ള പുതുവഴിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരമായ യോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങേക്കുള്ളതാകുന്നു. അത് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾക്ക് തരുന്നതേയുള്ളൂ. സർവശക്തിയുടെ പിതാവേ, ഭൂമിയുള്ള കാലത്തോളം വിനയും കൊയ്ത്തും നിന്നു പോകുകയില്ല എന്നുള്ള അങ്ങയുടെ കൃപയേറിയ വാഗ്ദത്തം നിവർത്തി അനുഭവിപ്പാൻ ഒരു പ്രാവശ്യം കൂടി അനുവദിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രങ്ങളെ അർപ്പിക്കുന്നു. ഭൂമിയുടെ ഫലങ്ങളെ അവയുടെ കാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നീ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല എന്നോർപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും സ്വർഗത്തിൽ നിറങ്ങി വന്നവനായി സാക്ഷാതപ്പമാകുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ട് ഉപജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരികയും ചെയ്യണമേ. അവന് പിതാവേ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും മഹത്വവും ബഹുമാനവും ഉണ്ടാകട്ടെ. കരുണയുള്ളതേ, നിന്റെ കൽപ്പനയാൽ ഭൂമി അതിന്റെ വർദ്ധനവിനെ മുടക്കിക്കളയുകയോ അതിന്റെ ഫലങ്ങളെ തത്സമയത്ത് നൽകുകയോ ചെയ്യുന്നില്ലല്ലോ. നിന്റെ കരുണയിൽ നിന്ന് എന്ന പോലെ തന്നെ
നിന്റെ ന്യായത്തിൽ നിന്നും ഞങ്ങളുടെ ദിനം പ്രതിയുള്ള ആഹാരത്തിൽ നിങ്ങൾ ഞങ്ങളുടെ പൂർണ്ണാശ്രയം വിൽപ്പാൻ പഠിക്കേണ്ടതിന് ഞങ്ങൾക്ക് കൃപാകരണമേ. നിന്നിൽ നിന്നേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തായാലും അവ ഞങ്ങളുടെ പരിശോധനയ്ക്കും ആശ്വാസത്തിനുമായിരുന്നു എന്ന് ഉറച്ചുകൊണ്ട് നിന്റെ വകയായി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ സ്വപ്നയുടെ സന്ധിപ്പിനും മറ്റുള്ളവരുടെ സഹായത്തിനുമായി കൊടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിനാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവം ഈ വർണ്ണങ്ങളെ ചെയ്ത് പറഞ്ഞത്, യഹോവേ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുതേ. നിനക്ക് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും വരുത്. നീ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്നാൽ ദൈവമായ യഹോവ ഞാൻ ദൈവമാകുന്നു. എന്നെ പറയുന്ന പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്തോഷിക്കുകയും എന്നെ സ്നേഹിക്കുകയും കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെയും ദാസിയെയും അവന്റെ കാളയെയും കഴുകയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഞങ്ങളും പ്രജകളെല്ലാവരും നിന്റെ അനുഗ്രഹവചനപ്രകാരവും നിയമപ്രകാരവും നിന്നിലും നിനക്കായിട്ടും രാജ്യത്തെ വിശ്വസ്തയോടെ സേവിച്ചും മാനിച്ചും നടക്കേണ്ടവരാകണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ
എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക അപേക്ഷ സകലാവശ്യന്മാരുടെയും നൽകിയിട്ടുള്ള അപേക്ഷ. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയും നീ തിരഞ്ഞെടുക്കപ്പെട്ടവനെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. അങ്ങേയുമായ കൂടാതെ സ്നേഹിക്കുന്നവർക്കായി അങ്ങ് ഒരുക്കിയിട്ടുള്ള പരിമിതി ജാതിയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം സകല സുഹൃതവും പൂർണ്ണമായും പ്രാപിച്ച് അങ്ങയുടെ ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വാക്യങ്ങൾ അതിനുശേഷം ഭൂമിയിലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയായി കിടക്കുന്നതിനെ കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരുടെ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയുടെ കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് അവർക്ക് വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദാ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമെയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസ്സാഖാർ ഗോത്രത്തിൽ 12,000, സിബ്ലോൻ ഗോത്രത്തിൽ 12,000, യോസഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റപ്പെട്ടവർ 12,000 പേർ. വിശേഷ സകല ജാതികളിലും അവൻ പുരുഷാരത്തെ പിന്നാലെ വിളമേൽക്കയിൽ അവൻ ഇതിനുശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴി അവരോട് ഉപദേശിച്ചതെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാകും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിക്കും. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇങ്ങനെ സുവിശേഷ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ സന്നിധിയിലേക്ക് സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം മുമ്പേ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവം പ്രകാശം, സത്യദൈവം, ജനിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനുണ്ടായി അവൻ മനുഷ്യരായ നമുക്കൊന്നുകൂടെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ
മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവിന്റെ പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരെ കൊണ്ട് അറിയിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവമുണ്ടായ ബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ഭൂമിയിലുള്ള ഫലങ്ങളെ ഞങ്ങൾക്ക് സമയത്ത് നൽകുകയും സംവത്സരങ്ങളെ അങ്ങയുടെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്ന സർവാശ്വതമായ ദൈവമേ, അങ്ങയുടെ ആർദ്രയ്ക്ക് വേണ്ടി നിനക്ക് പരമാർത്ഥമായി സ്തോത്രം ചെയ്യുകയും നിന്റെ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നന്ദിയുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്തോത്രം സ്തോത്രം തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സന്ദർഭം അടിമത്തേതാനമായി നൽകിയതിനാലങ്ങയെ സ്തുതിക്കുന്നു. ഇടയിലുള്ള സഭയുടെ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ കുടുംബമായി ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകി തന്ന വലിയ സാവകാശത്തിനായി ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ കർത്താവ് പ്രിയ ഭവനങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദേവാലയത്തിന്റെ കണ്ടുപിടിക്കും ആത്മീയ ശുശ്രൂഷയോടെ മുന്നോട്ട് കർത്താവിക്കുന്ന വലിയ ഗുണങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ എല്ലാ ഭവനങ്ങളെയും പുറത്തെ പ്രാർത്ഥിക്കാൻ ഇവിടെ പേര് വായിക്കപ്പെട്ട ഭവനങ്ങളെയും കർത്താവ് അതുപോലെ ഏതെങ്കിലും ഭവനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നവരെയും കർത്താവിന്റെ തിരുവരികളിലേക്ക് ആമേൻ സഭയായി പ്രവേശിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെല്ലാം മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാ ഭവനങ്ങളിലും ദൈവനാമം തിരികപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമയാസമയങ്ങൾ അവർക്ക് വേണ്ടതായ ജോലി കാര്യങ്ങളെല്ലാം നൽകി കർത്താവ് ഭവനങ്ങളെ അവിടുന്ന് സ്ഥിരമായി നിർത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വഴിവിട്ട് പോകുവാനിടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മോഹങ്ങളിൽ പോകാതെ യേശുവിനെ നോക്കി ജീവിപ്പാൻ മക്കളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ജോലിക്കായി കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയായിരിക്കുന്നവരെ കർത്താവ് അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവസഭയ്ക്കും അവരുടെ കുടുംബത്തിനും അത് ഏറ്റവും പ്രയോജനകരമായി തീരുമാനമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, അവരെ ലളിതമായ വാർത്തകളിലേക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഉള്ള സാവകാശം ലഭിച്ചല്ലോ. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് എനിക്ക് ഇവിടെ കാണുവാനായിട്ട്. ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ ഹല്ലേലൂയ ഓരോ വ്യക്തി ജീവിതങ്ങളും കാണിച്ചതായ ആ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി നമ്മൾ അല്പമായി ചില കാര്യങ്ങൾ സംസാരിക്കാനിടയായി തീർന്നു. ഇന്നും അല്പസമയമേ നമ്മളെ മധ്യത്തിലുള്ളൂ എങ്കിലും ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ കൂടെ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ കർത്താവിടെ ദൈവത്തെ സ്തുതിക്കുന്നു. പെരുന്നാളുകൾ ഇസ്രായേൽ സഭയ്ക്ക് ദൈവം കൊടുത്ത ഒരു വ്യവസ്ഥയായി. എന്തുകൊണ്ട് പെരുന്നാളുകൾ ഇസ്രായേൽ സഭയ്ക്ക് ദൈവം കൊടുത്തു? ദൈവവചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ഒരു ചെറിയ സമൂഹമായിരുന്നു. നമ്മെ കുറിച്ച് പറയുന്നത് പുതിയ നിയമ ഇസ്രായേൽ, പുതിയ നിയമ സഭയെ കുറിച്ച് പറയുന്നത് പുതിയ നിയമ ഇസ്രായേൽ എന്നാണ്. അപ്പോൾ നമ്മുടെ സഭയുടെ അല്ലെ നമുക്ക് നിഴലായിട്ട് നിൽക്കുന്ന ജനമാണ് ഇസ്രായേൽ.
അതിന് നമുക്ക് ഒരിക്കലും ഖണ്ഡിച്ചുകൂടാത്ത സത്യമാണ്. 80-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ ഇസ്രായേലിൽ നിന്ന് ഒരു മുന്തിരിപ്പള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു, അതിനെ ചുറ്റും വേലി കെട്ടുവാനിടയായി, അതിന്റെ വള്ളികൾ മതിലിന്മേൽ പടർന്നു, പടിഞ്ഞാറ് സമുദ്രം മുതൽ കിഴക്ക് നദി വരെയും ആ മുന്തിരിവള്ളി പടരുവാൻ ഇടയായി തീർന്നു എന്ന് 80-ാം സങ്കീർത്തനത്തിൽ ആസാഫ് എഴുതിയിരിക്കുകയാണ്. അത് ഇസ്രായേലിനെ കുറിച്ചാണ്. അപ്പോൾ ഇസ്രായേലിൽ ഉടലെടുത്തതായ ഇസ്രായേൽ സഭയെ ദൈവം കനാൻ ദേശത്തെ പറിച്ച് നടുവാനായിട്ടിടയായി തീർന്നു. അവർ മിസ്രയീമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്ര മധ്യേയാണ് ദൈവമായ യഹോവ മോശയിൽ കൂടി അവർക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു കൊടുക്കുവാനിടയായി. സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വരുമ്പോൾ അവർക്ക് ന്യായപ്രമാണം കൊടുക്കുവാനിടയായി. തുടർന്ന് അപ്പോൾ തന്നെ അവർക്ക് നൽകിയ വ്യവസ്ഥകളിൽ ഒന്നാണ് പെരുന്നാളുകൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആത്മീയമായും ഭൗതികമായും ജനം സന്തോഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് പ്രത്യേക സമയം വേർതിരിച്ച് വെച്ചിട്ടില്ല. പെരുന്നാൾ വരുമ്പോഴേ സന്തോഷിക്കാതെ എന്നില്ല, കൺവെൻഷൻ വരുമ്പോഴേ പറ്റൂ എന്നില്ല. എപ്പോഴും സന്തോഷിപ്പീൻ. അതിന്റെ കൂടെ പറയുന്നൊരു വാക്കുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ആദിഫല പെരുന്നാൾ, അതാണ് നാം ഇവിടെ ഇന്ന് ആചരിക്കുന്നത്. ഈ ആദിഫല പെരുന്നാളിന് വേറെ 1-2 പേരുണ്ട്. ഇബ്രായ ഭാഷയിലെ ഷാബത്ത് എന്ന് പറയും. അതിന്റെ ഗ്രീക്ക് പദമായ പെന്തിക്കോസ്ത് എന്ന പേരിലാണ് ഇത് പിന്നീട് പുതിയ നിയമത്തിലെ അറിയപ്പെടുന്നത് പെന്തക്കോസ്ത് പെരുന്നാള് എന്ന് പറയുകയാണ്. അവർക്ക് 7 പെരുന്നാളാണ് ഒരു വർഷം ഉണ്ടായത്. നമുക്കൊരു വർഷം കേവലം ഒരു പെരുന്നാൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആദ്യ ഫലമായി ദിവസം അർപ്പിക്കുക, നമ്മെ തന്നെ ദിവസം ഫലമേൽപ്പിച്ച് ദൈവശക്തി പ്രാപിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ച് ഹല്ലേലൂയ അവയെ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരിയായി പിതാക്കന്മാരുടെ കാലങ്ങളേക്കാൾ അധികമായ ദൈവശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകാൻ സർവശക്തനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ശിശുരമായ താഴ്മക്കളുടെ വേളയിൽ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് കൽപ്പിച്ചത് ഞങ്ങൾ അനുസ്മരിക്കുന്നു. അപ്പോസ്തലന്മാർ അത് അനുഷ്ഠിക്കുകയും യോഗ്യമായും പങ്കാളികളാകണ ഉപദേശിച്ചതും ഞങ്ങൾ ഗ്രഹിക്കുന്നു. പിതാവായ ദൈവമേ, നാളിതുവരെയുള്ള ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഈ അനുഷ്ഠാനം ഞങ്ങളുടെ വരും തലമുറകൾക്ക് അനുഗ്രഹമാകുവാൻ സഹായിക്കണമേ. പിതാവേ, അങ്ങയുടെ വാത്സല്യപുത്രന്റെ നാമത്തിൽ തന്നെ തങ്ങനേക്ക് നേരായി ഇത്രയും എല്ലാവരോടും നമ്മുടെ രക്ഷിതാവായ മശിഹായ എത്ര ആശ്വാസമുള്ള വചനങ്ങളെ പറയുന്നത് കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരങ്ങളുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തന്റെ ഏകജാതനാൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശുദ്ധ പൗലോസ് പറഞ്ഞതിനെ കേൾപ്പീൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതിനെ കേൾപ്പീൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യം അടുക്കലുണ്ട്.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നാം സ്തോത്രം ചെയ്യുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, സർവശക്തനായ നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലവും എല്ലാ സ്ഥലങ്ങളിലും സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയും ആകുന്നു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകലസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയിലെ മഹത്വമുള്ള നിറഞ്ഞിരിക്കുന്നു എന്ന് കെരുകളും സാറാവുകളും നിന്നെ നോക്കിടാതെ ആർക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പിന് പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പുരുഷാന്തിയും താൻ വീണ്ടുമരണത്തെക്കുറിച്ചുള്ള ഇടപെടാത്ത ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കുന്നവരുടെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുമല്ലോ. തങ്ങളുടെ പിതാവേ, ഞങ്ങളെ ഞങ്ങളുടെ മഹാഭാഗ്യമായി അപേക്ഷിക്കുന്നു. നിന്റെ പുത്രൻ ഞങ്ങളെ രക്ഷിതാവുന്ന അവന്റെ മരണത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഓർമ്മയ്ക്കായി നിന്റെ ഈ അപ്പത്തെയും ഈ ഞങ്ങൾ കൈക്കൊണ്ടു. അവന്റെ ശരീരത്തിനും രക്തത്തിനും എന്റെ ശിശുമാർക്ക് പരിപാടി വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടവരുടെ ശരീരമാകും എന്റെ ഓർമ്മക്കാരി അതിനെ വാഴ്ത്തിയ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഓർമ്മിക്കാൻ നിങ്ങൾ No
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതോട് രക്ഷിക്കണമേ. എന്നുള്ള നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ഉന്നതത്തിൽ ദൈവത്തിന് മഹത്വം, മനുഷ്യരിൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, David
നിങ്ങളെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും സംസർഗവാസവും എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടിയിരിക്കുവാനാകട്ടെ. എന്നെ അറിയിക്കുവാനുള്ളത് ഒരു അപ്രതീക്ഷിതമാണെങ്കിലും ഈ മാർഗത്തിലെ നമ്മോടൊപ്പമായി ഇരുവരുടെ സാന്നിധ്യത്തിന് സഭയായിട്ട് ഫാമിലിയായിട്ട് എല്ലാവരുടെയും പേരാണ് നന്ദി അറിയിക്കുന്നു. കൂടാതെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നാട്ടകം സഭയുടെ അല്ലെങ്കിൽ സഭയുടെ വികാരം ഇതിൻ്റെ സ്ഥാപനത്തിനാണ് അച്ഛനായിട്ടുള്ളവർ ഇവരെ ഞങ്ങൾക്കുള്ള സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. കുറേ കാര്യങ്ങളിലായിരുന്നു. അപ്പം ഒരു മണിയും കൂടാതെ അച്ഛൻ കടന്നു കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛൻ്റെ ബന്ധങ്ങളൊന്നും ഇവിടെ പറഞ്ഞു പറയാൻ പോകുന്നില്ല. അച്ഛൻ്റെ കടന്നുവരവിനും ഞങ്ങളോടുള്ള സഹകരണം കടന്നു സഭയുടെ പേരിലുള്ള എല്ലാ കുടുംബങ്ങളുടെ പേരിൽ അച്ഛൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ പറയുന്നത് നമ്മുടെ വികാരിച്ചനാണ്. വികാരിച്ചൻ കുടുംബവും അച്ഛനെയും കുട്ടിയും അറിയാം. നമ്മുടെ എറണാകുളത്തെ എല്ലാ കാര്യങ്ങളും ഇന്നാളിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഓർമ്മിച്ചാണ് കൂടുതൽ നടക്കുന്നത്. ഭക്ഷണപാതിയും പല കാര്യങ്ങളും എല്ലാ കാര്യത്തിലും അച്ഛൻ നമ്മളോടൊപ്പം സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇന്നാളത്തെ റിസപ്ഷൻ എല്ലാ കാര്യങ്ങളും അച്ഛന് കമ്മിറ്റിയുടെ പേരിൽ കുടുംബങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. സകലാർത്ഥിയും വൈകുന്നേരം സമാധാനം ദൈവത്തെയും നമ്മുടെ കർത്താവായ സ്നേഹത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും സംസ്ഥാനം എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ദുഃഖങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് എത്രത്തോളം ഞങ്ങളെ വിളിച്ച് എത്രത്തോളം ജയോത്സവമായി ഈ പെരുന്നാളിനെ ഞങ്ങൾ അനുഗ്രഹിച്ചുള്ള സ്തോത്രം. കർത്താവ് കടന്നിരുത്തുമ്പോൾ മനസ്സറിയുന്ന ദൈവം ഉണ്ടായുള്ള ദൈവം ഞങ്ങളെ എല്ലാ ആവശ്യങ്ങളും പഠിപ്പിച്ചുള്ള സ്തോത്രം ചെയ്യുന്നു. പിതാവ് ഈ ദേശത്ത് വിട്ടുപോയിട്ടുള്ള ഞങ്ങളുടെ പിതാക്കന്മാരെ തിരുസനങ്ങളിൽ ചേർക്കപ്പെട്ട പിതാക്കന്മാരെ മാതാക്കളെ അവരുടെ പാതകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതിനെയും തിരുവിമാരെയും പ്രവർത്തനയും എല്ലാ ദൈവങ്ങളെയും സമർപ്പിക്കുന്നു. ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രമാക്കിയിരുന്നു. അപ്പോൾ കർത്താവെ ഈ പെരുന്നാളിന് വന്ന സമർപ്പിക്കപ്പെട്ടതായ സ്വയമാതൃകമായി തീർന്നതായ എല്ലാ കുടുംബങ്ങളെയും സമൃദ്ധിയായിരുന്നു. വലുതും ചെറുതുമായ കർത്താവ് സഹായങ്ങൾ നൽകിയിട്ടുള്ളതുകൊണ്ടല്ലോ അധ്വാനിച്ച് പ്രിയപ്പെട്ടവരുള്ളല്ലോ കർത്താവെ ഗ്രഹിക്കണം. പിതാവെ അദൃശ്യമായ സാന്നിധ്യം അനുഗ്രഹവും ഞങ്ങളോട് ഞങ്ങളുടെ തലമുറകളോട് ഉണ്ടായിരുന്നല്ലോ. സമാധാനം